നിങ്ങൾ വിവോ, ഒപ്പോ, റിയൽമി, റെഡ്മി ഫോണുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ഫോണുകളിൽ ചെയ്തു വെക്കേണ്ട ഒരു സെക്യൂരിറ്റി സെറ്റിങ്സാണ് നിങ്ങൾ ബാങ്ക് ട്രാൻസാക്ഷനൊക്കെ നടത്തുമ്പോഴും അതേപോലെ തന്നെ നിങ്ങളുടെ ഫോണിലുള്ള സ്വകാര്യ ഡേറ്റാസ് മറ്റുള്ളവർ ഹാക്ക് ചെയ്തെടുക്കാതിരിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റാസ് ലീക്കാകാതിരിക്കാൻ ഈ രണ്ട് സെറ്റിങ്സുകൾ നമ്മൾ ഫോണിൽ ശ്രദ്ധിക്കുക. അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട സെറ്റിങ്സുകളാണ്. നിങ്ങളുടെ ഫോണിൽ ഈ സെറ്റിങ്സുകൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടാം, നിങ്ങളുടെ ഫോണിൻ്റെ മോഡൽ നമ്പർ. അപ്പോൾ അതിലെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ മെസ്സേജ് വഴി റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഈ സെറ്റിങ്സ് ചെയ്യാൻ വേണ്ടി ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, ശ്രദ്ധിക്കുക. പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ സിസ്റ്റം സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, ശ്രദ്ധിക്കുക. സിസ്റ്റം സെക്യൂരിറ്റി അതൊന്ന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പേയ്മെൻറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ടോ, പേയ്മെൻറ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും. അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഉപയോഗിക്കുന്ന ഓൺലൈനായിട്ട് ബാങ്കിങ് ട്രാൻസാക്ഷൻ ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾ ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഉണ്ടോ, ഇവിടെ ഗൂഗിൾ പേ അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതൊക്കെയാണ് ആ ഫോണിൽ അതെല്ലാം ഇവിടെ കാണിക്കും. അത് ഗൂഗിൾ പേ ആയാലും ഫോൺ പേ ആയാലും പേടിഎം ആയാലും അതേപോലെ യോനോ ആപ്ലിക്കേഷൻ ആയാലും ഫ്രെഡ് ആപ്പ് ആയാലും ഇതെല്ലാം ഇവിടെ കാണിക്കും. ഇതിൻ്റെ അകത്ത് എല്ലാം ഈ സെറ്റിങ്സ് ഓൺ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രാൻസാക്ഷൻസ് കൂടുതൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും, ഒരാൾക്കും അത് ഹാക്ക് ചെയ്യാൻ പറ്റില്ല. ശേഷം താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക. അപ്പം ഇൻസ്റ്റാളേഷൻ സോഴ്സസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ കഴിയും, ശ്രദ്ധിക്കാം. ഇൻസ്റ്റാളേഷൻ സോഴ്സസ് നമ്മുടെ ഫോണിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ സോഴ്സിനെ സംബന്ധിക്കുന്നതാണ്. കണ്ടോ, ഇതുണ്ടോ, ഇത്ര ആപ്ലിക്കേഷനിൽ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ അൺഓതറൈസ്ഡ് ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ കൂടുതലും ഹാക്കിംഗ് ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഗൂഗിൾ ക്രോം, രണ്ടാമത് നോക്കി കഴിഞ്ഞാൽ ഗൂഗിൾ ഡ്രൈവ്, പിന്നെ ജിമെയിൽ, ഫയൽ മാനേജർ, താഴെ വാട്സപ്പ്. ഇത്ര ആപ്ലിക്കേഷനിൽ ഈ ഒരു സെറ്റിങ്സ് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വാട്സപ്പ് വഴിയോ ജിമെയിൽ വഴിയോ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമിൽ നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോഴോ ഏതെങ്കിലും സ്പൈ ലിങ്കുകളൊന്നും നമ്മൾ അറിയാതെ അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളറിയാതെ ഒരു സ്പൈ ആപ്ലിക്കേഷൻ, ഒരു ഹാക്കിംഗ് ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആവും. അത് ഹൈഡായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. എന്നിട്ട് നമ്മുടെ കംപ്ലീറ്റ് ട്രാൻസാക്ഷൻസും നമ്മുടെ പേഴ്സണൽ ഡേറ്റാസും ഒക്കെ ഹാക്ക് ചെയ്ത് നമുക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടാകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഇൻസ്റ്റാളേഷൻ സോഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ചില ഫോണുകളിൽ അൺനോൺ സോഴ്സ് ഇൻസ്റ്റാളേഷൻ ആയിരിക്കും. ഈ സെറ്റിങ്സ് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ സെറ്റിങ്സിൻ്റെ ഏറ്റവും വലിയൊരു സെർച്ച് ഉണ്ട്, അവിടെ അൺനോൺ സോഴ്സ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് സെറ്റിങ്സ് കിട്ടുന്നതായിരിക്കും. ഈ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഏതെല്ലാം ആപ്ലിക്കേഷനകത്ത് ഈ സെറ്റിങ്സ് ഓണാക്കി കൊടുത്തിട്ടുണ്ട് അവിടെ അതെല്ലാം ഓഫ് ചെയ്യുക. കാരണം ഈ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ഒരു ഓപ്ഷനും ഓണാക്കാൻ പാടില്ല, എല്ലാം ഓഫാക്കിയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളറിയാതെ പല സ്പൈ ആപ്ലിക്കേഷനും നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആയിട്ട് ഫോൺ കംപ്ലീറ്റ് ഹാക്ക് ചെയ്യപ്പെടുന്നതായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ സെറ്റിങ്സുകൾ നിങ്ങളുടെ ഫോണിൽ ചെയ്തു വയ്ക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.